ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണിക്കുട്ടനെ മാളുകൊച്ചിനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അത് എന്താണെന്ന് ഞാനിങ്ങനെ നോക്കിയതാണേ. തുടക്കത്തിൽ തന്നെ ഒരു വർത്താനം ഉണ്ണീൻ്റെയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കുമല്ലേ? ഞായറാഴ്ചയല്ലേ, 1:30 ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് 2 മണിയാകുമ്പോൾ ഇടണം. അപ്പോൾ വീഡിയോ പ്രത്യേകിച്ചൊന്നും നമ്മുടെ കയ്യിൽ ഇന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആദൂട്ടിയുടെ ഇത്രയും ദിവസത്തെ ഹോസ്പിറ്റലിൻ്റെ അപ്ഡേഷൻ പറയാമെന്ന് വിചാരിച്ചു. കുറേ പേര് വന്ന് ചോദിക്കുന്നുണ്ട്, ആദൂട്ടിക്ക് എങ്ങനെയുണ്ട്, മാറ്റമുണ്ടോ, ചികിത്സയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആദൂട്ടിയുടെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആദൂട്ടിക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പനിയൊന്നും അല്ല, പെട്ടെന്ന് മാറ്റങ്ങളൊന്നും വരില്ല. ചെറിയ രീതിക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആദ്യമേ ഒന്നും നമ്മുടെ ഈ കൈ കൊണ്ടൊന്നും പിടിക്കുകയൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അതുട്ടി കൈ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടോ മുറുക്കെ പിടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം മാളൂസിൻ്റെ താഴെ കിടന്നൊരു ചെരുപ്പെടുത്ത് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മാളൂസും ഞാനും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കി പൊട്ടി ചിരിക്കുക. കാരണം അതങ്ങ് ചെയ്തല്ലോ അല്ലേ, ചെയ്തുകൊണ്ട് പൊട്ടി ചിരിക്കുകയാണ്. പിന്നെ കഴുത്തിനാണെങ്കിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ. കഴുത്ത് അത്യാവശ്യം ഉറയ്ക്കുന്നുണ്ട്, ഒത്തിരി ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം കഴുത്തൊക്കെ ആയി വരുന്നുണ്ട്. നമ്മുടെ ഒരാൾ ലൈവിലതൊക്കെ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുട്ടിയുടെ ഹോസ്പിറ്റലിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഹോസ്പിറ്റലിൻ്റെ വിശേഷമൊക്കെ അത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതുട്ടി ചെറിയ രീതിക്ക് നമ്മളോട് വർത്താനം പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഭയങ്കര പോരുകൂട്ടനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ചെറിയ രീതിക്കൊക്കെ ആദൂട്ടിക്ക് വായിന്ന് വർത്താനമൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളതും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിക്കുന്നതൊക്കെ അത് നന്നായിട്ട് പിടിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ ഫോണൊന്ന് കൊടുത്തപ്പോൾ ആ ഫോണൊന്ന് ചെറുതായിട്ട് പിടിച്ചു. അതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ മാറ്റമാണ് കേട്ടോ. ആദ്യമേയൊക്കെ വന്ന സ്ഥിതിക്ക് ആദ്യത്തെ തെറാപ്പിസ്റ്റൊക്കെ ആയിരുന്നപ്പോൾ കൈയൊക്കെ ഇങ്ങനെ ചുരുണ്ട് കൂടി ഇരുന്നതായിരുന്നു കേട്ടോ. അവർ ഒരുപാട് പാടുപെട്ടിട്ടാണ് നേരെയാക്കി എടുത്തത്. ഒത്തിരി ഇതാക്കിയിട്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ടെൻഷൻ വരുമ്പോഴും അവർ പറയുമായിരുന്നു, ചേച്ചി ടെൻഷനൊന്നും വേണ്ട, ശരിയാകും എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പം അന്നേരം അവർ കൈ നേരെയാക്കി എടുത്തു. ഓരോ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. എന്നാലും മാറ്റമുണ്ട്, ഒത്തിരി മാറ്റമുണ്ട്. പിന്നെ ആദൂട്ടിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഫിസിയോതെറാപ്പിക്ക് പോകാനൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ മോന്ത് വെക്കുകയൊക്കെ ചെയ്യും. മടിയുണ്ട്, എന്നാലും അങ്ങ് കൊണ്ടുപോകണം. വേദന ഉണ്ടാവും കേട്ടോ കുഞ്ഞിന്, അത്യാവശ്യം വേദന ഉണ്ടാവും. തെറാപ്പി ചെയ്യുമ്പോൾ നല്ല വേദനയുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പം പോകണ്ടെന്ന് പറയുന്നത്. എന്നാലും ഈ അമ്മ എന്നും എന്നെ കൊണ്ടുപോകൂലേ, കൊച്ചു വേണ്ടെന്ന് പറഞ്ഞാലും അമ്മ എന്നും കൊണ്ടുപോകുന്നേ. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്തു കൊടുക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വയ്യാത്ത മക്കളെ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരിക്കുള്ള അമ്മമാരാണ്. അവിടെ ഒരു ഇത് വെച്ച് അവിടെ ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. അതുകൂട്ടി അങ്ങോട്ടാണ് കേട്ടോ നോക്കുന്നത്. ഉണ്ണി ചെല്ലേ, അങ്ങോട്ടാണ് ഉണ്ണിക്കൂട്ടം നോക്കുന്നത്. ഡ്രസ്സ് വെച്ചിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉണ്ണിക്കൂട്ടം നോക്കുന്നത്. ഇങ്ങനെ എടുക്കണം എന്നൊക്കെ ഉണ്ട്, ആഗ്രഹമുണ്ട് കേട്ടോ ഉണ്ണിക്കൂട്ടൻ. ഉണ്ണിക്കൂട്ടൻ നല്ല ആദൂട്ടിക്ക്, സോറി തെറ്റിപ്പോയി, അങ്ങോട്ട് ശ്രദ്ധയായിപ്പോയി കേട്ടോ. അപ്പോൾ ആദൂട്ടിക്ക് എല്ലാം ചെയ്യണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല. ആദൂട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ, ആദൂട്ടിക്ക് മെൻ്റലി ആദൂട്ടി ഓക്കെയാണ്. പക്ഷേ ശരീരം കൊണ്ട് ആദൂട്ടിക്ക് എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നടക്കുന്നില്ല. ആദൂട്ടി എത്ര ഇതുണ്ട്, ഇപ്പോൾ തട്ടുന്നുണ്ടോ, അവിടെ ഒരു ഇത് ഇരിപ്പുണ്ട് കേട്ടോ, ഉടുപ്പ് ഇരിപ്പുണ്ടോ, അതിനകത്തേക്കാണ് തട്ടുന്നത്. കുട്ടിയുടെ ഉടുപ്പ് തന്നെയാ, അതിനകത്തേക്കാണ് തട്ടുന്നത് കേട്ടോ. ഇനി അതെടുത്തുകൊണ്ട് തരാനായിരിക്കും കേട്ടോ. പിന്നെ ഈ കൈ ഇങ്ങനെ വിരൽ വെച്ച് ഫോൺ തൊടാൻ വേണ്ടി പോകും കേട്ടോ. ഞാൻ തന്നെയാണ് വീട്ടിൽ നിന്ന് ആദൂട്ടിക്ക് ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണല്ലോ. അപ്പോൾ ഞാൻ എല്ലാ ആദൂട്ടിക്ക് ഓരോന്നോരോന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു 100 പ്രാവശ്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു 200 പ്രാവശ്യമായിരിക്കും. 200 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് ആദൂട്ടിക്ക് നല്ല മാറ്റമാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്കുള്ള മാറ്റമാണ് വരുന്നത്. അത് തെറാപ്പിൻ്റെ മാറ്റമുണ്ട്, നമ്മൾ വീട്ടിൽ നിന്ന് നോക്കുന്നതിൻ്റെ ഉണ്ട് കേട്ടോ. അല്ലേ ആദൂട്ടി? ആണേ, അമ്മ നോക്കുന്നില്ലേ? പൊന്നു പോലെ നോക്കുന്നുണ്ടോ? പൊന്നു പോലെ നോക്കുന്നില്ല? നോക്കുന്നുണ്ടോ? ഉണ്ടോ? അമ്മ പൊന്നു പോലെ നോക്കുന്നുണ്ട് കൊച്ചിനെ. അതുകൊണ്ടാണ് കൊച്ചിന് ഒത്തിരി മാറ്റം വന്നു തുടങ്ങിയത് കേട്ടോ.
അപ്പം ആദൂട്ടിൻ്റെ ഹോസ്പിറ്റലിലെ ഇതൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചപ്പോൾ ഫിസിയോതെറാപ്പിയൊക്കെ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. പിന്നെ അല്ലേ മാറ്റങ്ങൾ ഇത്രയൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഒറ്റയടിക്ക് മാറിയാലെന്നുള്ള കാര്യം എനിക്കറിയാം. മെല്ലെ 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 മാറി വരുള്ളൂ കേട്ടോ. ആദൂട്ടിക്ക് ചിലരും പറഞ്ഞില്ലേ എപ്പോഴാണ് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ ഒരു 6 മാസം കൊണ്ട് മാറും, ചിലപ്പോൾ അത് 6 കൊല്ലമാകും, ചിലപ്പോൾ അത് 10 കൊല്ലമാകും അല്ലേ. പിന്നെ നമുക്ക് MRI എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. വള്ളുവനാട് അവരുടെ മിഷൻ കേടാണ്, അതുകൊണ്ട് നമുക്ക് MRI ഇതുവരെ എടുക്കാൻ പറ്റിയിട്ടില്ല. MRI എടുക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒന്ന് നമുക്ക് ഇതായേനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേനെ. MRI എടുത്തിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. പക്ഷെ അവിടെ മിഷൻ കേടായതുകൊണ്ട് നമുക്ക് ഇന്ന് വരെ MRI എടുക്കാൻ പറ്റിയിട്ടില്ല. അതൊരു വലിയൊരു ഇതാണ് കേട്ടോ. പിന്നെ EMSൽ പോകാനാണ് പറഞ്ഞത്. എനിക്കത് അറിയത്തില്ല കേട്ടോ. അവിടുത്തെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. പെരിന്തൽമണ്ണയാണ് EMS. അപ്പോൾ അവിടെ ചെല്ലാൻ പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹോസ്പിറ്റലിൽ വിശേഷം. എല്ലാം നല്ല രീതിക്ക് പോകുന്നുണ്ട്. എൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മൊത്തം നമ്മുടെ കുഞ്ഞാപ്പീനെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പറ്റുന്ന സ്ഥലത്തെല്ലാം ഞാൻ ആദൂട്ടിനെ കൊണ്ടുപോയിട്ട് നോക്കുന്നുണ്ട്. മാറ്റം വരും തന്നെയാണ് എൻ്റെ വിശ്വാസം അല്ലേ ആദൂട്ടി. മാറ്റം വരുമെന്നുള്ള വിശ്വാസം, മാറ്റം വരും തന്നെയാണ് അമ്മയുടെ വിശ്വാസം. ആദൂട്ടിക്ക് അതുപോലെ തന്നെ. ആദൂട്ടിയുടെ നടക്കുന്നതിനായിട്ട് അമ്മ കാത്തിരിക്കുകയാണ് കേട്ടോ. ആദൂട്ടി ഓടി നടക്കുന്നതിനായിട്ട് സന്തോഷം കണ്ടോ. ആദൂട്ടി ഓടി നടക്കുന്നതിനായിട്ട് അമ്മ നോക്കിയിരിക്കുവാണ്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആദൂട്ടി ഉണ്ടാകണം, ഞാനും ഉണ്ടാകണം. കാരണം എനിക്ക് അസുഖം എന്തേലും വന്ന് കിടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദൂട്ടിയുടെ കാര്യങ്ങളെല്ലാം കഷ്ടത്തിലാകും. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആദൂട്ടിയും അമ്മയും ഉണ്ണിച്ചേട്ടനും മാളു ചേച്ചിയും എല്ലാവരും ഉണ്ടാകണം കേട്ടോ. ഉണ്ണിക്കുട്ടനാണേ ഇങ്ങോട്ട് വാ. ഉണ്ണിക്കുട്ടനെ ഒന്ന് കാണിച്ചു തരാം. ഒരു കുപ്പി സെൻറ്റ് ഉണ്ട്. ആ കുപ്പി സെൻറ്റ് തീർക്കുന്നോടം വരെ മേത്തിട്ട് അടിയാണ്. കണ്ടോ, കടിക്കുന്നുണ്ടോ? ഇത് കുറേ നേരമായിട്ട് തുടങ്ങിയതാണ്. ആ സെൻറ്റ് തീർക്കുന്നോടം വരെ ഉണ്ണിക്കുട്ടൻ അടിക്കും. ഉണ്ണിക്കുട്ടൻ അവിടെ നമ്മുടെ ഒരു വീടിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് വയ്യാതെ കിടപ്പുണ്ട്. കുഞ്ഞിനെ കാണാൻ പോവാണ്. അതൊക്കെയാണ് നമ്മുടെ ഉണ്ണിക്കുട്ടൻ വന്നൊരു കാര്യം ചോദിക്കട്ടെ. ആദൂട്ടിക്ക് ഇപ്പം മാറ്റം ഉണ്ടോ? ഉണ്ണിക്കുട്ടനെ ഇരുത്തിക്കൊണ്ട് നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ ഒരു വീഡിയോ ചെയ്യാം. ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ നമുക്ക് ഉണ്ണിക്കുട്ടനൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പം ആദൂട്ടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ ആദൂട്ടിൻ്റെ ചെവിയിലെ കുരു താന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ ചെവിൻ്റെ ഉള്ളിൽ തുണി തൂത്തിട്ട് മരുന്ന് വെക്കാൻ പറയുന്നത്. എങ്ങനെ തുണി തൂത്തിട്ട് മരുന്ന് വെക്കാനാ? ചെവിൻ്റെ ഉള്ളിലുള്ള കുരു ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റണില്ല കേട്ടോ. ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കുരുവിനെ. ഇവിടെ കുരുവില്ലേ? ഇവിടെ കുരുവുണ്ട്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ മാളു ഇടയ്ക്ക് പിടിച്ചൊക്കെ വെച്ച് തരും. പിടിച്ചൊക്കെ വെച്ച് തരുമ്പോൾ ഞങ്ങൾ മരുന്ന് തേക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇന്ന് ഒരുപാട് താമസിച്ചു പോയി. നമ്മുടെ മാളു കൊച്ചിൻ്റെ ഫോൺ കേടായിപ്പോയതുകൊണ്ട് മാളു സ്വിച്ചിന് നേരെ ഫോൺ എഴുതാനൊക്കെ മേടിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ വീഡിയോ എടുക്കാനൊക്കെ താമസിച്ചു പോയി കേട്ടോ. ഇതേ പറഞ്ഞില്ലേ, വീഡിയോ കുറച്ച് സമയം കൊണ്ടാണ് എടുക്കുന്നത്. ചിലപ്പോൾ ഇത് പെട്ടെന്ന് ഇതാവും കേട്ടോ, ഡൗൺലോഡ് ആവും. ചിലപ്പോൾ വീഡിയോ ഇത് കുറച്ച് താമസിച്ചു. കോള് വന്നു കേട്ടോ. കോള് വന്നിട്ട് കട്ടായിപ്പോയി അല്ലേ? കോള് വന്നിട്ട് ഞങ്ങളുടെ ഫോൺ അങ്ങ് കട്ടായിപ്പോയി കേട്ടോ. അപ്പം ആദൂട്ടിയുടെ മാറ്റങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെയാണ്. ആദൂട്ടി കൈ കൊണ്ട് പിടിക്കാൻ തുടങ്ങി, ചെറിയ രീതിയിൽ വർത്താനം പറയാൻ തുടങ്ങി. എന്തിനോടും പ്രതികരിക്കൂ കേട്ടോ, എന്തിനോടും മോന്ത വെറുപ്പിക്കും. മാളിപ്പോൾ അവിടെ നിന്ന് ഒച്ച എടുത്തിട്ടുണ്ടെങ്കിൽ അന്നേരം മോന്ത വെറുപ്പിക്കുവേ. കണ്ടോ, ഒച്ച എടുത്തില്ല, അത് പറഞ്ഞപ്പോഴത്തേക്കും മോന്ത വെറുപ്പിക്കുന്നുണ്ടോ? ഇതൊക്കെ വലിയ മാറ്റമല്ലേ സുന്ദരനാണ് കേട്ടോ, ഞങ്ങളുടെ സുന്ദരനാണ്. പിന്നെ ഉണ്ണിക്കുട്ടൻ ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അതിന് മാളൂസ് ഒച്ച എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, കഴുത്ത് കണ്ടോ? അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഉണ്ണിക്കുട്ടനെ ആണെങ്കിൽ നല്ല അടി വെച്ച് തരും കേട്ടോ നമുക്ക് എല്ലാവർക്കും. നല്ല അടി ഉണ്ണിക്കുട്ടനല്ല ആദൂട്ടി നല്ല അടി വെച്ച് തരുവേ. കള്ളക്കുട്ടനാണ്, കള്ളക്കുട്ടൻ, ഞങ്ങളുടെ കള്ളക്കുട്ടനാണേ. അയ്യോ അല്ലേ. ഇനിയിപ്പോൾ ആദൂട്ടിക്ക് ചോറ് കൊടുക്കണം. വീഡിയോ ഡൗൺലോഡ് ആകാൻ ഇട്ടിട്ട് പെട്ടെന്ന് ആദൂട്ടിക്ക് ചോറ് കൊടുക്കണം. ചൂട് വേണ്ടേ? ചൂട് വേണോ? അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹോസ്പിറ്റൽ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ആദൂട്ടിക്ക് വേണ്ടി, ആദൂട്ടിക്ക് ശരിയാകാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിൽക്കുക.
നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അല്ലേ. നല്ലൊരു വീഡിയോ എന്നൊക്കെ പറയുമെന്നും എന്നും ഈ വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. നമുക്ക് നല്ലതായിട്ട് വേറെ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കട്ടെ. ചിലപ്പോൾ കുറച്ച് താമസിച്ചായിരിക്കും വരുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ഉമ്മ.